Hi everyone, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിന്റെ 5ാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 5ാമത്തെ മൊഡ്യൂളായ കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോളമിനാർ ക്യാഷ് ബുക്ക്. പലതരത്തിലുള്ള ബുക്സുകളാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കീപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കായിരുന്നു ഡേ ബുക്ക് എന്ന് പറഞ്ഞു. ഒരു ലാർജ് ട്രാൻസാക്ഷൻസുകൾ നടന്നു കഴിയുമ്പോൾ ആ ഒരു സിംഗിൾ ഡേ ബുക്ക് കീപ്പ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ സബ്സിഡിയറി ഡേ ബുക്കുകൾ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തത്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ആണ് കോളമിനാർ ക്യാഷ് ബുക്ക്. എന്താ നമുക്ക് നോക്കാം. കോളമിനാർ ക്യാഷ് ബുക്ക് ആർ മെയിൻറ്റെയിൻഡ് ബൈ ബിഗർ കോപ്പറേറ്റീവ്സ് ലൈക്ക് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്ര. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതായത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകളായിരിക്കാം. അത്തരത്തിലുള്ള ബാങ്കുകൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കാണ് കോളമിനാർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിനൊരു ഫോർമാറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. കോളമിനാർ ക്യാഷ് ബുക്കിന് ഒരു ഡേറ്റ് കോളം, ഒരു റെസീപ്റ്റ് കോളം, ഒരു ലെഡ്ജർ ഫോളിയോ, ഒരു റെഫറൻസ് നമ്പർ, വൗച്ചർ നമ്പർ, പിന്നെ ഒരു ക്യാഷ് കോളം, ഒരു അഡ്ജസ്റ്റ്മെന്റ് കോളം, ഒരു ടോട്ടൽ കോളം. എഗെയിൻ ഈ സെയിം കോളംസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ് കോളം ആയിരുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് പേയ്മെന്റ് കോളം. അത്രയും മാത്രമാണ് അവിടെ വരുന്നൊരു വ്യത്യാസം. അപ്പൊ അത്രയാണ് കോളമിനാർ ക്യാഷ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോളമിനാർ ക്യാഷ് ബുക്കിന്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. The columnar cash book record the transactions every day in classified and consolidated manner. എല്ലാ ദിവസവും നമ്മൾ അവിടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒരു കൺസോളിഡേറ്റഡ് മാനറിലാണ്. അതായത് മൊത്തമായിട്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത് അതെല്ലാം നമ്മൾ ആ ഒരു ഡേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇറ്റ് മിനിമൈസ് ദ ക്ലറിക്കൽ വർക്ക്. നമുക്കൊരു ക്ലറിക്കൽ വർക്ക് അല്ലെങ്കിൽ ഒരു സബ് വർക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ വർക്ക് ബേർഡൻ ഒന്നും അവിടെ വരുന്നില്ല. സിൻസ് ദ ക്യാഷ് transactions are entered separately and the verification of cash balance is done easily. നമ്മൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ നമ്മൾ വേറെയാണ്, സെപ്പറേറ്റ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വരുന്നില്ല, വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട്സോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടോ നമുക്ക് വരുന്നില്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ബാങ്ക് ട്രാൻസാക്ഷൻസ് ആൻഡ് ഓൾ അതർ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് ദ സ്പോട്ട് പേയ്മെന്റ് ആർ ഓൾസോ എൻ്റർഡ് സെപ്പറേറ്റ്ലി. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, അതർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കോളമിനാർ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓൾ ദി അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ദാറ്റ് ഈസ് ക്രെഡിറ്റ്, ബാങ്കിങ് ബില്ല്, റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആർ എൻറ്റേർഡ് ഓൺ ബോത്ത് ദി സൈഡ്സ് ദാറ്റ് ഈസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. നമ്മളെല്ലാം വ്യക്തമായിട്ട് ആ ഒരു ഫോർമാറ്റ് കണ്ടാൽ നമുക്കറിയാം അവിടെ റെസിപ്റ്റ് കോൾ ഉണ്ട്, ടോട്ടൽ കോൾ ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് കോൾ ഉണ്ട്, ക്യാഷ് കോൾ ഉണ്ട്. അപ്പൊ എല്ലാ എൻട്രീസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ടോട്ടൽ കോളം ഓഫ് ക്യാഷ് ബുക്ക് വിച്ച് റിവീൽ ദ ടോട്ടൽ ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻസ്. ഓരോ ടോട്ടൽ കോളം റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ ട്രാൻസാക്ഷൻസിന്റെ മൊത്തം എമൗണ്ട് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് കോളമിനാർ ക്യാഷ് ബുക്കിൽ വരുന്ന. എന്താണ് കോളമിനാർ ക്യാഷ് ബുക്കും എപ്പോഴാണ് കോളമിനാർ ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് ആണ് അടുത്ത ഒരു ഡേ ബുക്കാണ്, നമ്മൾ സബ്സിഡിയറി ഡേ ബുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. റഫ് ക്യാഷ് ചിറ്റ. ശ്രദ്ധിക്കുക, റഫ് ക്യാഷ് ചിറ്റ. നമുക്ക് നോക്കാം. ചിറ്റ റെഫേഴ്സ് ടു അക്കൗണ്ട്സ്. അക്കൗണ്ട്സിനെ പറയുന്ന പേരാണ് ചിറ്റ എന്ന് പറയുന്നത്. where the transactions are recorded according to the order of their happening in a day. ഒരു ദിവസത്തിൽ ഓരോ ട്രാൻസാക്ഷൻസും എപ്പോഴാണോ നടക്കുന്നത്, ട്രാൻസാക്ഷൻസ് ഹാപ്പൻ ചെയ്യുന്ന സമയത്താണ്, അതായത് എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ ഒരു ടൈമിലാണ് നമ്മൾ റഫ് ക്യാഷ് ചിറ്റയിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലറിക്കൽ വർക്കുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ, അതായത് ആ ഒരു ഡേയുടെ അവസാനത്തിൽ നമുക്ക് ആ ടോട്ടൽസ് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാനും റഫ് ക്യാഷ് ചിറ്റ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ജസ്റ്റ് അതിന്റെ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റെസിപ്റ്റ്
കോളം, ഒരു എമൗണ്ട് കോളം, ഒരു പേയ്മെന്റ് കോളം, ഒരു എമൗണ്ട് കോളം. ഇത്രയാണ് റഫ് ക്യാഷ് ചിറ്റയുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ട്രാൻസാക്ഷൻ എപ്പോഴാണോ ഹാപ്പൻ ചെയ്യുന്നത്, ആ ഹാപ്പൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ റഫ് ക്യാഷ് ചിറ്റയിൽ ട്രാൻസാക്ഷൻസുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ടും നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒരു മെമ്പറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അപ്ലിക്കേഷൻ തരുമ്പോൾ അപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. ഈ അപ്ലിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രൊസീജിയർ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട ട്രാൻസാക്ഷൻ ആണ്. അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സെയിൽസ് ടാക്സ് ഈടാക്കേണ്ടത്, അതും നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നമ്മൾ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എമൗണ്ട് പേ ചെയ്യുന്നതും, ദെൻ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതും, ഇത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ അറ്റൻഷൻ കൊടുത്ത് ചെയ്യേണ്ട ട്രാൻസാക്ഷനുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ എന്താണ് കോളമിനാർ ക്യാഷ് ബുക്ക്, അതേപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ റഫ് ക്യാഷ് ചിറ്റ എന്ന് പറയുന്നത് എന്താണ്, അതിന് ജസ്റ്റ് ചെറിയൊരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ചില സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട ട്രാൻസാക്ഷൻസുകളും ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.